ഹോശേയ പ്രവചനം 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയും ഇല്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുടിക്കുന്നു, രക്തപാതകത്തോടെ രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും, വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു, സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു. എങ്കിലും ആരും വാദിക്കരുത്, ആരും ശാസിക്കുകയുമരുത്. നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും, പ്രവാചകനും നിന്നോടുകൂടെ രാത്രിയിൽ ഇടറി വീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിൻ്റെ മക്കളെ മറക്കും. അവർ പെരുകുന്തോറും എന്നോട് ഏറെ പാപം ചെയ്തു. ഞാൻ അവരുടെ മഹത്വത്തെ ലജ്ജയായി മാറ്റും. അവർ എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു, അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. ആകയാൽ ജനത്തിനും പുരോഹിതനും ഒരുപോലെ ഭവിക്കും. ഞാൻ അവരുടെ നടപ്പ് അവരോട് സന്ദർശിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവർക്ക് പകരം കൊടുക്കും. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, തിരുവചനത്തിൽ നിന്നും അത്ഭുത കാര്യങ്ങളെ കാണുവാൻ അടിയങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോസ്റ്റ് റവറൻ മാർ തെയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ റൈറ്റ് റവറൻ സക്രിയാസ് മാർ അപ്രയം എപ്പിസ്കോപ്പ, റവറൻ ജേക്കബ് തോമസ് അച്ചൻ, എന്നെ ഈ യോഗത്തിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ച ബഹുമാനപ്പെട്ട എബി അച്ചൻ, ഇതിൻ്റെ ജനറൽ സെക്രട്ടറി, അഭിമന്യരായ പിതാക്കന്മാരെ, വന്യവൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ബലഹീനനായ എൻ്റെയും എന്നോടുകൂടെ സന്നിഹിതരായിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വന്യവൈദികരുടെയും എല്ലാ പ്രാർത്ഥനാപൂർവമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നിങ്ങളെ അറിയിക്കട്ടെ. മാരാമൺ കൺവെൻഷൻ്റെ ഭാഗമായി ഒരിക്കൽ കൂടി നിൽക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിനു മുമ്പ് യുവവേദിയുടെ സമ്മേളനത്തിൽ വചനം സംസാരിക്കുവാൻ അവസരം നൽകിയതും ഓർക്കുന്നു. ഈ സന്ധ്യയിൽ നാം ചിന്തിക്കുന്ന വിഷയം ക്രിയേഷൻ ഓഫ് അവെയർനെസ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ് എന്നുള്ളതാണ്. സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള അവബോധം രൂപപ്പെടുത്തുക. നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം ഈ വിഷയവുമായി വളരെ അടുത്തു നിൽക്കുന്നു എന്നാണ് എൻ്റെ വിചാരം. അതുമാത്രമല്ല, നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിൽ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ദുഷ്ടതയിൽ നിന്നും, ദുഷ്ടനായ സാത്താനിൽ നിന്നും എന്നും കൂടെ നമുക്ക് അർത്ഥമാക്കാവുന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശുതമ്പുരാൻ നല്ല മനുഷ്യരെയും ദുഷ്ടമനുഷ്യരെയും വേർതിരിക്കുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഈ തലമുറ അവിശ്വാസവും ദുഷ്ടതയുമുള്ള ജനത എന്നാണ് തമ്പുരാൻ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ യേശുതമ്പുരാൻ ഉപയോഗിച്ച ചില വാക്കുകൾ പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ക്രൂക്ഡ്, കുടിലത,
പെർവേഴ്സ്, വഴിപിഴച്ച, ഫെയ്ത്ത്ലെസ്, വിശ്വാസരഹിതമായ, ഈവിൾ, തിന്മ, വിക്കറ്റ്, അധാർമികമായ ഈ വാക്കുകളൊക്കെ യേശു തമ്പുരാൻ പല സന്ദർഭങ്ങളിലായി ഉപയോഗിച്ചതും നമുക്ക് ഇത്തരുണത്തിൽ ഓർക്കാം. മാരാമൺ കൺവെൻഷനിൽ സാമൂഹിക തിന്മയ്ക്കെതിരെയുള്ള അവബോധം എന്ന വിഷയം ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് എല്ലാ വർഷവും ബുധനാഴ്ച സന്ധ്യയ്ക്ക് ഈ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യനും പ്രകൃതിക്ക് പൊതുവേയും പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും നിലനിൽക്കുവാൻ വയ്യാത്ത വിധം തിന്മയുടെ സംഹാരതാണ്ഡവം നാം അനുഭവിക്കുകയും ദൈനംദിനം നാം കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ നാം കൂടി വരികയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് സമൂഹ തിന്മകളെക്കുറിച്ചും അവ വ്യക്തികൾക്കും സമൂഹത്തിനും സഭയ്ക്കും ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ചുമാണ്. ഈ കൂടിവരവ് ഒരു ബോധവൽക്കരണത്തിനായിട്ടുകൂടെയാണ്. രണ്ടാമതായി, ഈ കൂടിവരവിൽ തിന്മകളെ നിഷ്കാസനം ചെയ്യുവാനായിട്ടുള്ള ആലോചനയുണ്ടാകണം. ഇതിവിടെ അവസാനിക്കേണ്ട ഒന്നല്ല, ഇതിനൊരു ഫോളോ അപ്പ് ആവശ്യമാണ്. തിന്മയെ നിവാരണം ചെയ്യുവാനായിട്ടുള്ള ഒരു മെത്തഡോളജി, ഒരു രീതിശാസ്ത്രം നാം രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അവ നടപ്പിലാക്കുവാനായിട്ടുള്ള ആർജവത്വം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. അവ നടപ്പിലാക്കി തിന്മയുടെ ഉച്ചാടനം നാം ഉറപ്പുവരുത്തുവാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ പ്രസക്തമായ ചോദ്യം സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൺവെൻഷന് ശേഷം എന്ത് നടക്കും എന്നുള്ളതാണ്. അതിലാരൊക്കെ പങ്കാളികളാകും എന്നതാണ്. ഇതിനു ശേഷം നാം എന്ത് ചെയ്യും എന്നതാണ്. ഇവിടെ നാം കേൾക്കുകയും ധ്യാനിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വിഷയത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള പ്രസക്തമായ ചോദ്യം ഈ സന്ധ്യയിൽ നാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പാകെ ഉയർന്നു വരുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. ആരാണ്, എന്താണ് നന്മയെയും തിന്മയെയും നിർവചിക്കുന്നത് എന്നുള്ളതാണ് ആ പ്രശ്നം. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ശരി തെറ്റുകളെ, നന്മ തിന്മകളെ നിർവചിക്കുന്നത് വ്യക്തിയാണ്. അതിലെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ തന്നെ ശരി തെറ്റുകളെ നിർവചിക്കുമ്പോൾ മിക്കവാറും ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെ ശരിയായിരിക്കും. ശരി തെറ്റുകളെ, നന്മ തിന്മകളെ അളക്കുന്ന അളവുകോൽ ഞാൻ സൃഷ്ടിച്ച അളവുകോലാണ്. ഒരു ക്രിസ്തു വിശ്വാസി എന്ന നിലയിൽ ക്രിസ്തുവെന്ന അളവുകോൽ കൊണ്ട് നന്മ തിന്മകളെ അളക്കേണ്ടതല്ലേ? ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരി തെറ്റുകളെ നാം കണ്ടെത്തേണ്ടതല്ലേ? ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വചനത്തെയും മാറ്റിവെച്ചിട്ട് വ്യക്തി നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ നന്മ തിന്മകൾ നിർവചിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമതായി, സാമൂഹ്യ തിന്മയെ നാം നിർവചിക്കുമ്പോഴും അളക്കുമ്പോഴും അത് എന്നെയും എനിക്ക് പ്രിയപ്പെട്ടവരെയും മാറ്റി നിർത്തിയിട്ടാണ് നാം ആലോചിക്കുന്നത്. എനിക്കിതരിലാണ്, ഞാൻ ഉൾപ്പെടാത്ത ഇടങ്ങളിലാണ് തിന്മ നടക്കുന്നത് എന്ന് നാം വിചാരിക്കുന്നു. അങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് നാം. ഞാനും എനിക്ക് ചുറ്റുമുള്ള
എനിക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിലും, അത് സഭയായിക്കൊള്ളട്ടെ, സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ, സമൂഹമായിക്കൊള്ളട്ടെ, അവിടെ എങ്ങും തിന്മയില്ല. പിന്നെയോ അതിന് വെളിയിലാണ് ലോകത്തിലെ തിന്മ മുഴുവൻ നടക്കുന്നത് എന്ന് ഒരു കൺക്ലൂഷനിൽ നാം എത്താൻ സാധ്യതയുണ്ട്. തിന്മ സംഭവിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. എനിക്ക് തോന്നുന്നു എനിക്ക് ചുറ്റും നിൽക്കുന്നവരിൽ തിന്മയില്ല, മറ്റുള്ളവരിലാണ്, മറ്റിടങ്ങളിലാണ് തിന്മ എന്ന് ചിന്തിക്കുന്നതിന്, ആ രീതിശാസ്ത്രത്തിന് ഒരു തിന്മയുണ്ടെന്നാണ് എൻ്റെ നിഗമനം. ആയതിനാൽ തിന്മയുടെ പരിശോധന അല്ലെങ്കിൽ നന്മയുടെ പരിശോധന ഏറ്റവും കുറഞ്ഞത് 3 തലങ്ങളിൽ നടക്കണം എന്നാണ് എൻ്റെ വിചാരം. ഒന്നാമത്തേത്, വ്യക്തിതലത്തിലെ തിന്മ അനാവരണം ചെയ്യപ്പെടണം, അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. രണ്ടാമതായി, സാമൂഹിക തിന്മകൾ അനാവരണം ചെയ്യപ്പെടണം. മൂന്നാമതായി, സഭയിലെ തിന്മകൾ അനാവരണം ചെയ്യപ്പെടണം. എബിയച്ച വിളിച്ചത് പൊല്ലാപ്പായോ? ഞാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ തിന്മകൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നു ഈ കൺവെൻഷനിൽ ഈ ചിന്താവിഷയം വെച്ച് ആരംഭിച്ചപ്പോൾ പുകവലിയും അതിനുശേഷം മദ്യപാനവുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് വൈകിട്ട് ഈ യോഗത്തിൽ പരിശുദ്ധാത്മാവെന്നെ പ്രേരിപ്പിക്കുന്നത് കുറെ കൂടെ വ്യക്തിതലത്തിൽ, സഭാതലത്തിൽ, നാം ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ തലത്തിൽ നടക്കുന്ന തിന്മകളെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ഉൾപ്പെടുന്ന സംഘത്തിൻ്റെയും തിന്മ എന്താണ്? ചിലത് മാത്രം സൂചിപ്പിക്കുവാനേ സമയം അനുവദിക്കുന്നുള്ളൂ. എൻ്റെ ഗുരുനാഥൻ കൂടിയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി നിർവചിച്ച ഒരു തിന്മയെക്കുറിച്ച് ഞാൻ പറയട്ടെ. ദ സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പുവർ വേൾഡ് എന്ന് അദ്ദേഹം അതിന് ടൈറ്റിൽ ചെയ്തു. ഒരു ദരിദ്ര ലോകത്തിൽ സമ്പന്നനായി ജീവിക്കുക എന്ന പാപം എന്നൊരു തിന്മ നമുക്കിന്ന് നീഡല്ല, ഗ്രീഡാണ്. നമുക്കിന്ന് ആവശ്യമല്ല, ആർത്തിയാണ്. ദിവസം തോറും ആവശ്യത്തിനുള്ള അപ്പം തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആർഭാടത്തിനുള്ള അപ്പമാണ് ചോദിക്കുന്നത്. ഓരോ വ്യക്തികൾക്കുമുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വാച്ച്, ഷൂ, ചെരുപ്പ്, വാഹനങ്ങൾ, ഫോണുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കഴിക്കുന്ന ഭക്ഷണം, ഒന്നിലും നാം തെറ്റ് കാണില്ല. കാരണം ഇത് നിർവചിക്കുന്നത്, ഇത് ശരിയാണെന്ന് പറയുന്നത് ഞാനാണ്. ഞാൻ നിർദ്ദേശിച്ച മാനദണ്ഡമാണ്. ഇതാർക്കാണ് പ്രിയമുള്ളവരെ തിന്മയായിട്ട് തോന്നുന്നത്? ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉൾപ്പെടെയുള്ളത് തിന്മയാണെന്നും ആർഭാടമാണെന്നും പറയാൻ ആർക്കാ കഴിയുക? ഞാൻ അണിയുന്നതും അനുഭവിക്കുന്നതും ഒന്നും അണിയുവാനും അനുഭവിക്കുവാനും ഭാഗ്യമില്ലാതെ അതിൻ്റെ താഴെ തട്ടിൽ നിൽക്കുന്നവൻ എന്നെ നോക്കുമ്പോൾ കണ്ടെത്തുന്നതാണ് തിന്മ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാം തിന്മയെ അന്വേഷിക്കുന്നത് നമ്മുടെ മാനദണ്ഡം വെച്ചുകൊണ്ടല്ല, പിന്നെയോ നമുക്ക് താഴെയുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ വചനവുമാണ് അളവുകോലെങ്കിൽ ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ മാനദണ്ഡം, ഈ ശരി തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ നാം പാർക്കുന്ന വീടുകൾ എന്ത് ന്യായമാണ് നാം പറയുക? ആ വീട്ടിൽ
ഉപയോഗിക്കാത്ത എത്ര മുറികളുണ്ട് ചിലയിടത്ത്. ഉപയോഗിക്കുന്നില്ലെങ്കിലും ആർക്കും നൽകാത്ത വർഷങ്ങളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ എത്രയുണ്ട്. ലോക്കറിലും അലമാരയിലും ഇരിക്കുന്ന ആഭരണങ്ങൾ കരച്ചിലാണ്. ഇപ്പോൾ എന്നെ എടുത്തൊന്ന് അണിയൂ. കാരണം കൂട്ടിവച്ചിരിക്കുന്നത് മുഴുവനും കൂടെ എത്ര പ്രാവശ്യം ജീവിതത്തിൽ അണിയാൻ സാധിക്കും നമുക്ക്? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം എത്ര ഷർട്ടുണ്ടെന്ന്? എത്ര പേർക്കറിയാം ഇത്ര പാൻ്റ് ഉണ്ടെന്ന്? എത്ര പേർക്കറിയാം ഇത്ര സാരി ഉണ്ടെന്ന്? എന്നിട്ട് നാം പറയുകയാണ്, എനിക്ക് വെളിയിലാണ് തിന്മ, അവിടെയാണ് ആർഭാടം, അവിടെയാണ് പാപം. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരെ കാണാതെ നാം പറയുകയാണ് തിന്മ അവിടെയാണ്. ഞാൻ പറയും തിന്മ ഇവിടെയാണ്. ഇവിടേക്കാണ് തിരിയേണ്ടത്. മലയാളികൾക്ക് ഒരു കമ്പാരിസണും ഒരു കോമ്പറ്റീഷനും ഉണ്ട്. ഒരു ചെറിയ ഉദാഹരണ സഹിതം പറയാം. ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട് ഒന്ന് പുതുക്കണമെന്ന് എൻ്റെ പിതാവിന് ഒരാഗ്രഹമുണ്ടായത്. വീട് പുതുക്കാൻ സമയമായി. കാരണം എൻ്റെ വല്യപ്പൻ്റെ കാലത്ത് പണിത ഒരു പഴയ വീട്. അപ്പോൾ ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം കൂടെ എൻ്റെ അപ്പൻ ചോദിച്ചു വീട് പണിയെക്കുറിച്ച്. ഞാനപ്പോൾ അപ്പനോട് പറഞ്ഞു, നമുക്കൊരു 4 കെട്ട് പോലെ വീട് പണിയാം. മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുറിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു, മറ്റേ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകൾക്ക് ഒരുമിച്ചൊന്ന് കാണാൻ ഒരു നടുമുറ്റവും ഒക്കെ ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹം. അപ്പൻ കട്ടായം പിടിച്ചു 2 നില വീട് വേണമെന്ന്. 2 നില വീട് വേണമെന്ന് അപ്പൻ കട്ടായം പിടിച്ചതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു, എന്താപ്പാ? അപ്പൻ എന്നോട് പറഞ്ഞു, ശമാശനൊന്ന് നോക്കിക്കേ, നമ്മുടെ വീട്ടിന് ചുറ്റും പണിയുന്നവരെല്ലാം 2 നിലയല്ലേ പണിയുന്നേ, പിന്നെ നമുക്ക് 2 നില എന്താ പണിയണ്ടാതെ? അപ്പോൾ എൻ്റെ അപ്പൻ 2 നില വീട് പണിയുവാനായി കണ്ടെത്തിയ കാരണം എൻ്റെയും എൻ്റെ അപ്പൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സൗകര്യമല്ല, പിന്നെയോ എൻ്റെ അയൽക്കാരൻ നിർമ്മിച്ച 2 നില വീടാണ്. അങ്ങനെ നമുക്ക് ധാരാളം താരതമ്യങ്ങളും മത്സരങ്ങളുമുണ്ട് എന്നുള്ളത് ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, വ്യക്തിതലത്തിലെ തിന്മയെ മാറ്റി നിർത്തി നമുക്ക് സാമൂഹ്യ തിന്മയെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. രണ്ടാമതായി, സമൂഹത്തിലെ പൊതുതിന്മകൾ, അതാണ് രണ്ടാമത്തെ തലം. ഇവിടെയും ഒരു പ്രതിസന്ധിയുണ്ട്. ഓരോ കാലഘട്ടത്തിലെയും മുതിർന്നവർ പറയുന്നത് ഞങ്ങളുടെ തലമുറ ശരിയായിരുന്നു എന്നാണ്. ഇളം തലമുറയ്ക്കാണ് എല്ലാ പ്രശ്നവും. എല്ലാ കാലങ്ങളിലെയും പിൻതലമുറക്കാർ ഇത് കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനാൽ സാമൂഹിക തിന്മകളെക്കുറിച്ച് ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇത് എൻ്റെ ഇളയ തലമുറയുടെ പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഈ തലമുറയുടെ പ്രശ്നമാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശൂർപ്പണകളും താടകളും കാപാലികന്മാരും വഴിവിട്ട ജീവിതങ്ങളും മാധ്യമ ചർച്ചയുടെ പ്രധാന വിഷയമാകുന്നു എന്നുള്ളത്. അവർ സെലിബ്രിറ്റികളായി മാറുകയാണ്, അവർ മഹത്വവൽക്കരിക്കപ്പെടുകയാണ്. ലോകത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും പ്രസക്തമല്ലാത്ത പല കാര്യങ്ങളും സംഭവങ്ങളും വിഷയങ്ങളായി അവതരിപ്പിച്ച് സിംഹഭാഗവും ആ ചർച്ചയ്ക്ക് വേണ്ടി വേർതിരിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ വിചാരത്തിൻ്റെ ലോകമാണിത്. അത് റേറ്റിംഗ് കൂട്ടും, ചിലരുടെ അജണ്ട നടപ്പിലാക്കാൻ ഒക്കെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. നമുക്ക് സംഭവിക്കുന്നത് മണിക്കൂറുകൾ
ഈ ചർച്ചയുടെ മുമ്പാകെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന നമുക്ക് അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാകുന്നു. നമ്മൾ വിഡ്ഢികളായി മാറുന്നു എന്നാണ് എൻ്റെ വിചാരം. എല്ലാം ഒന്നുമല്ല, എങ്കിലും ഭൂരിഭാഗവും. അപ്പം അതുകൊണ്ട് സാമൂഹ്യ നീതിയിൽ മാധ്യമ നീതിയെക്കുറിച്ച് പറയാതെ പോകുവാൻ നമുക്ക് നിർവാഹമില്ല. അതിനോട് ചേർന്നാണ് സമൂഹ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന, അത് ഷെയർ ചെയ്യപ്പെടുന്ന, അത് ലൈക്ക് ചെയ്യപ്പെടുന്ന അസത്യങ്ങൾ, അതുമൂലം തകർന്നു പോകുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, വാർത്തയുടെ പിന്നിലെ സത്യം കണ്ടെത്താതെ അത് അനേകരിലേക്ക് ഷെയർ ചെയ്ത് ആനന്ദം കണ്ടെത്തുന്ന ഒരു മാനിയാക്ക്, ഒരു ഭ്രാന്തൻ ആറ്റിറ്റ്യൂഡ് ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെയും വളർന്നു വന്നിട്ടുണ്ട്. അവനവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തിടത്തോളം കാലം ഇതിൻ്റെ വേദന ഒരാൾക്കും മനസ്സിലാവുകയില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ അസത്യങ്ങൾ പ്രചരിപ്പിച്ച് നാണം കെടുത്തിയതിനാൽ ആത്മഹത്യ ചെയ്തവരുള്ള ഒരു നാടാണിത്. ഈ ഷെയറിങ്ങും ഈ ലൈക്കിങ്ങും ഒരു സോഷ്യൽ ഈവിളായിട്ട് നമുക്ക് തോന്നി തുടങ്ങിയിട്ടില്ല. ഒരു സത്യം, ഒരു വാർത്ത കണ്ടാൽ അതിൻ്റെ പിന്നിലെ സത്യം ആരായാതെ ദയവ് ചെയ്ത് പ്രിയമുള്ളവരെ, ഇത് ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനം ഈ പന്തലിലെടുക്കാൻ സാധിക്കൂ. വരുന്നതെല്ലാം ഷെയർ ചെയ്യുവാനും അതിന് ലൈക്ക് അടിക്കുവാനും അങ്ങനെ ഒരു വലിയ ആനന്ദം കണ്ടെത്തുവാൻ, പ്രത്യേകിച്ചും വാട്സപ്പ് പോലെയുള്ള മാധ്യമങ്ങൾ ഉണ്ടായതിനു ശേഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത് തിന്മയാണ്, ഇത് അനീതിയാണ്. അതിനെതിരെ അല്പമെങ്കിലും വ്യക്തിതലത്തിലെങ്കിലും ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ട എല്ലാ തിന്മകളും ഈ കാലത്ത് ശക്തി പ്രാപിച്ച് സംഹാരതാണ്ഡവമാടുകയാണ്. BC 8-ാം നൂറ്റാണ്ടിൽ നിന്ന് AD 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോഴേക്കും തിന്മയുടെ കാഠിന്യം വല്ലാതെ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, അത് നമുക്ക് അടുത്തറിയുവാനായിട്ട് മാധ്യമങ്ങൾ ധാരാളം ഉണ്ടായി. അവിടെ നമ്മൾ വായിച്ച ഒരു കാര്യം, ദേശത്ത് സത്യമില്ല എന്നാണ്. അസത്യം, കള്ളം, ഇത് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. നുണക്കഥകളൊക്കെ പെയ്ഡ് ന്യൂസായിട്ടാണ് കൊടുക്കുന്നത്. ഒരുവളെ തകർക്കുവാൻ സൈബർ കൊട്ടേഷൻ കൊടുക്കുന്ന, നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണിത്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പ്രത്യേകിച്ചും ബലഹീനനായ എന്നെ പോലെയുള്ളവർക്കൊന്നും ഒരു സത്യം പറയുവാനായിട്ട്, വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജിൻ്റെ സത്യം പറയുവാനായിട്ടുള്ളൊരു അവസരം പോലും തരികയില്ല. കാരണം സൈബർ തൊഴിലാളികളെല്ലാം കൂടെ കയറി നമ്മളെ ആക്രമിക്കും. ഒരു മര്യാദയുമില്ലാതെ ജീവിക്കുന്ന, ഒരു ഭയവുമില്ലാതെ, ഒരു ഡിഗ്നിറ്റിയും കീപ്പ് ചെയ്യാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. രണ്ടാമത് അവിടെ പറയുന്നത് ഭയമില്ല എന്നാണ്. മനുഷ്യൻ വളരെ കഠിന ഹൃദയമുള്ളവരാവുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകൾ നമ്മുടെ മനസ്സിൻ്റെ പ്രതിസ്പന്ദനങ്ങളാണ്. അടുത്ത കാലത്ത് വിജയം വരിച്ച 2-3 സിനിമകളുടെ പേര് പറയാം. തിരുമേനി കണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഒരു സിനിമയാണ് ജയിലർ. അതിനകത്ത് മുഴുവൻ അടിയും ഇടിയും വെട്ടും ചോരയുമാണ്. മലയാളികൾ വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ് RDX. മുഴുവൻ അടിയും വെട്ടും ഇടിയുമാണ്. എല്ലാം ഫൈറ്റും ചേസിങ്ങുമാണ്. കരുണയും ദയയും വറ്റിപ്പോയ ഒരു കാലം, ആരെയും ഭയമില്ലാത്തൊരു കാലം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യങ് മാതാപിതാക്കളെ,
ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, ഞാൻ കരഞ്ഞാൽ എനിക്ക് കിട്ടിയിരുന്ന ഒരു കാര്യം ഒരു ഓലപ്പന്തോ, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോളോ ഒക്കെ ആയിരുന്നു. നിങ്ങൾക്കിന്ന് ജോലി തിരക്കുണ്ട്, നിങ്ങളുടെ ജോലിയുടെ ഡിമാൻഡ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് കുഞ്ഞ് കരഞ്ഞാൽ നിങ്ങൾ ആദ്യം കുഞ്ഞിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത് ഒരു സ്മാർട്ട് ഫോണാണ്. ആ സ്മാർട്ട് ഫോണിൽ വളരെ നിരുപദ്രവം എന്ന് കരുതുന്ന നമ്മുടെ ആ പൂച്ചയുടെയും എലിയുടെയും ഒരു കാർട്ടൂൺ വെച്ച് കൊടുക്കും. ഞാൻ പറയും, പാര വെക്കാനായിട്ട് ആദ്യം പഠിപ്പിക്കുന്നത് അതിനകത്തൊന്നാണ്. കാരണം അത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുകയാണല്ലോ. അത് വെച്ച് കൊടുത്തിട്ട് നാം നമ്മുടെ ജോലിയിൽ മുഴുകും. കുഞ്ഞു വളരും, നമ്മുടെ ജോലിയുടെ തിരക്ക് കൂടും. പക്ഷേ ഇവൻ ഈ പൂച്ചയിൽ നിന്നും എലിയിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നത് നാം തിരിച്ചറിയുന്നില്ല. നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിൽ വാങ്ങിച്ചു കൊടുക്കുന്ന വീഡിയോ ഗെയിംസിൽ മിക്കതും ഫൈറ്റിങ്ങും ചേസിങ്ങുമാണ്. തോക്ക്, JCB പോലുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ചെറുപ്പം മുതൽ ഫൈറ്റ് ചെയ്യുവാനും ചേസ് ചെയ്യുവാനും അഗ്രസീവ് ആക്കുവാനുമുള്ള ഒരു ഓറിയൻറ്റേഷനാണ് ഈ കാലഘട്ടത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയമില്ലാതെ, ആർക്കാ ഇപ്പോൾ ഭയമെന്നറിയാമോ? എനിക്ക് പണ്ട് എൻ്റെ അപ്പനെയും അമ്മയായിരുന്നു ഭയം. ഇപ്പോൾ അപ്പനും അമ്മയ്ക്കും കുട്ടികളെയാണ് ഭയം. ഭയമില്ലെന്ന് പറയണ്ട, തിരിച്ചാന്നേ ഉള്ളൂ. അങ്ങനെ ഭയമില്ലാത്ത ഒരു കാലഘട്ടം. പണ്ട് ഒരു സാമൂഹിക പ്രഷർ, ഒരു വലയം, സഭയുടെ പഠിപ്പിക്കലിൻ്റെ ഒരു വലയം നമുക്കുണ്ടായിരുന്നത് കൊണ്ട് പലതും ചെയ്യുന്നതിന് ഭയമായിരുന്നു. ഇപ്പോൾ അപ്പൻ സ്വന്തം മകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് വല്ലവൻ്റെയും കൂടെ അമ്മ പോകുന്നു, മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്ന മക്കൾ. ഈ കാലഘട്ടത്തിലില്ലേ പ്രിയമുള്ളവരെ? എനിക്ക് തോന്നുന്നു തിരുമേനി വന്ന് പുകയിലെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. ഇതൊക്കെ എന്തിനാ തിരുമേനി ഇവിടെ പറയുന്നതെന്ന്. ഇതൊന്നും തിന്മയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നാം നിശ്ചയിക്കുന്ന ഈ ശരികളുടെ ലോകത്തിൽ ദൈവവചനത്തിൻ്റെയും ക്രിസ്തു എന്ന സ്കെയിലിൻ്റെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഇത് തിന്മയല്ലേ പ്രിയമുള്ളവരെ? മൂന്നാമത് അവിടെ പറയുന്നത് ദൈവപരിജ്ഞാനമില്ല, നോളജുണ്ട്, വിസ്ഡമില്ല. കുറ്റവാളികളാകുന്നവരിൽ ഒരു നല്ല ശതമാനത്തിനും നല്ല മാസ്റ്റേഴ്സ് ഡിഗ്രി വരെയുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ പേരൻറ്റിങ്ങിൽ മറ്റൊരു പ്രശ്നം കൂടെയുണ്ട്. സക്സസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മളിന്ന് നമ്മുടെ കുട്ടികൾക്ക് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഡിഗ്രിയുടെയും ജോലിയുടെയും കിട്ടുന്ന ശമ്പളത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പള്ളിയും സൺഡേ സ്കൂളും പോലും ഒഴിവാക്കി ഈ ഫിലോസഫിയിലാണ് കുട്ടികളെ വളർത്തുന്നത്. ദൈവപരിജ്ഞാനം നഷ്ടമാകുന്നു എന്നുള്ളൊരു ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാകേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട്. എഡ്യൂക്കേഷൻ്റെ പ്രധാനമായിട്ടുള്ള ദൗത്യം തന്നെ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുക എന്നൊന്നും മാത്രമല്ലല്ലോ. അതിനൊരു ഫോർമേഷൻ സ്റ്റെപ്പുണ്ട്, അതിനൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റെപ്പുണ്ട്, ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പവറുണ്ട് എഡ്യൂക്കേഷന്. ഇതൊന്നുമില്ലാതെ നാം നമ്മുടെ കുട്ടികളെ ഒരു നല്ല ജോലി കിട്ടി നമുക്ക് സ്വസ്ഥമായി ജീവിക്കുവാനായിട്ടുള്ള ഒരു നിലയിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. നാലാമത്, ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു. പത്രോസ് ആണയിട്ട് പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല, പക്ഷെ അവൻ പറഞ്ഞത് ഭോഷ്ക. ഉത്തരവാദപ്പെട്ടവരാണ് ഇത് ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ ഭീഷണി നേരിടുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ മറന്ന്, റെസ്പോൺസിബിലിറ്റി മറന്ന് നാമും
ഇത് ചെയ്യാറുണ്ട്. ജീവനും നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്ഥാനമാനങ്ങളുമൊക്കെ സംരക്ഷിക്കുവാൻ ആണയിടും, ഭോഷ്ക് പറയും. ഒരിക്കലും തെറ്റായിട്ട് നമുക്ക് തോന്നാറില്ല. മറ്റൊന്ന് പറഞ്ഞത് കൊല ചെയ്യുന്നു എന്നാണ്. മൃഗങ്ങളെ കൊല ചെയ്യുന്ന ലാഘവത്തോടെ മനുഷ്യനെ കൊല്ലുവാൻ ഇന്ന് മനുഷ്യന് കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൊല നടക്കുന്നത് യുദ്ധത്തിലല്ല, കാർ ആക്സിഡൻറ്റിലല്ല. ഏറ്റവും കൂടുതൽ കൊല നടക്കുന്നത് അമ്മമാരുടെ ഗർഭപാത്രത്തിലാണ്. അബോർഷനെ കുറിച്ചുള്ള ഒരു ക്ലാസ് റൂം ചർച്ചയിൽ എൻ്റെ സഹപാഠി ഒരു സ്ത്രീ വളരെ ആവേശത്തോടെ സംസാരിച്ചു. ദിസ് ഈസ് മൈ ബോഡി, ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട് ടു ഡു. ഇതെൻ്റെ ശരീരമാണ്, എനിക്ക് എന്ത് വേണേ ചെയ്യാമെന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, എൻ്റെ ശരീരം കൊണ്ട് നിൻ്റെ ശരീരം കൊണ്ട് നിനക്ക് എന്തും ചെയ്യാമോ? ഇവിടെ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഈ ഫീറ്റസ്, ഈ അമ്മയുടെ ഉള്ളിൽ വളരുവാൻ തുടങ്ങുന്ന, ജീവിക്കുവാൻ തുടങ്ങുന്ന, അതിനെ ഞാൻ കുഞ്ഞെന്ന് പറയട്ടെ, ആ കുഞ്ഞിന് ജനിക്കുവാനും ജീവിക്കുവാനും അവകാശമില്ലെന്ന് നിശ്ചയിക്കുവാനായിട്ടുള്ള അധികാരപത്രം ആരാ തന്നത്? ഒരമ്മയുടെ ജീവൻ സംരക്ഷിക്കുവാനൊക്കെ ഒരുപക്ഷെ അബോർഷനൊക്കെ നടത്തേണ്ടവരുമായിരിക്കും. അതും ഒരു ക്രൈസ്തവ വിചാരധാരയിൽ അതിനെക്കുറിച്ച് വിപുലമായ ചർച്ചകളും ധ്യാനവും ആവശ്യമാണ്. അത് സമ്മതിച്ചാൽ പോലും ഇന്ന് അബോർഷൻ ക്ലിനിക്കുകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അതൊരു തിന്മയാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ പ്രിയമുള്ളവരെ. എത്രയോ കൊലപാതകങ്ങൾ. അടുത്തത് ഹോശേയ പ്രവാചകൻ പറയുന്നു, മോഷ്ടിക്കുന്നു. ഒരു തേങ്ങായും ഒരു മാങ്ങായും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടിരുന്ന ഒരു കഥയല്ല ഇപ്പോൾ. കോടികൾ മോഷ്ടിക്കുന്നു. ഗ്ലോറിഫൈഡ് റോബേഴ്സ്. നികുതി വെട്ടിപ്പ്, വകുപ്പ് മാറ്റി ചെലവഴിക്കൽ, അടിച്ചു മാറ്റൽ, ചെയ്യുന്നതിൽ ഭൂരിഭാഗവും വലിയ വലിയ ആളുകളാണ്. രാഷ്ട്രീയ തലത്തിലും സാമൂഹിക തലത്തിലും ആത്മീക തലത്തിലും മോഷ്ടാക്കൾ കൂടി വരികയാണ്. വീണ്ടും ഹോശേയ പ്രവാചകൻ പറയുന്നു, വ്യഭിചരിക്കുന്നു. അഡൽട്ടറി. വേണ്ടാത്ത ഒരു നോട്ടം തന്നെ വ്യഭിചാരമാണെന്ന് കർത്താവ് പഠിപ്പിച്ചെടുത്താണ്. വ്യഭിചാരം ആദികാലം മുതൽ തന്നെ ഒരു വ്യവസായമായിരുന്നു. പക്ഷേ ഇന്ന് വ്യഭിചാരം ഒരു നല്ല വ്യവസായമായി വളർന്നിരിക്കുന്നു. ഒരു നല്ല കാര്യം നടത്തിയെടുക്കണമെങ്കിൽ വസ്ത്രമഴിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതി ഈ കാലഘട്ടത്തിൽ വന്നുചേർന്നിരിക്കുന്നു. ചില വ്യഭിചാരികൾ ഒരു മറയുമില്ലാതെ TV ചാനലുകളുടെ മുമ്പിൽ വന്നു നിന്ന് വ്യഭിചാരത്തിൻ്റെ ചരിത്രം വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടമായി ഇത് മാറിയിരിക്കുന്നു. സ്വന്തം ജീവിത പങ്കാളിയെയും മക്കളെയും മറന്ന് വ്യഭിചരിക്കുവാൻ പോകുന്നവരുടെ എണ്ണം കൂടുന്നു. അവർക്കും ആത്മീകതയുടെ ഒരു മുഖംമൂടിയുണ്ട്, ഒരു സോഷ്യൽ മാസ്ക് ഉണ്ട്. പള്ളിയിൽ ആക്റ്റീവാണ്, ആത്മീക പ്രസ്ഥാനങ്ങളിലൊക്കെ ആക്റ്റീവാണ്. പക്ഷേ ഈ മുഖംമൂടിക്കുള്ളിൽ ഒരു വ്യഭിചാരത്തിൻ്റെ മുഖമുണ്ട്, ഒരു മനസ്സുണ്ട്, ഒരു ആത്മാവുണ്ട് എങ്കിൽ അത് തിന്മയായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു കാലം, ഇതൊരു വല്ലാത്ത കെട്ട കാലമായി മാറിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നന്മയൊന്നുമില്ല എന്നല്ല. ഈ തിന്മയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നന്മരങ്ങളെ ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ അതാണ് നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും. എവിടെയെങ്കിലുമൊക്കെ ഒരു വിളക്കുണ്ടല്ലോ എന്നുള്ളത്. എൻ്റെ ദുഃഖം, മുൻപറഞ്ഞ തിന്മകളൊന്നും തിന്മയല്ലെന്നും അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ലെന്നും ചിന്തിക്കുന്ന ഒരു കാലമാണിത്. അടുത്ത തലം സഭയാണ്. സഭയിൽ തിന്മകളുണ്ടോ?
എന്ന് സഭയുടെ കൗദാശിക തലത്തിൽ നിന്ന് സ്ഥാപനവൽക്കരണത്തിൻ്റെ തലത്തിലേക്ക് സഭ മാറിയോ, അന്ന് മുതൽ സഭയിൽ തിന്മയുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഇൻസ്റ്റിറ്റ്യൂഷനും കോൺസ്റ്റിറ്റ്യൂഷനുമൊക്കെ കൗദാശിക സഭയുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം മാത്രമായിരുന്നു. ഇന്ന് പല സഭകളിലും സ്ഥാപനങ്ങൾ ശക്തിപ്പെട്ടു. സഭയുടെ കൗദാശിക തലം ക്ഷയിച്ചു പോകുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ സഭയിൽ കൈയിട്ട് വാരൽ, സ്വജന പക്ഷപാതം ഒക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ തലപ്പത്തിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ നിഷേധിക്കും, ഒന്നും നടക്കുന്നില്ലെന്ന് പറയും. എന്നാൽ സഭകളിൽ അത് നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ധാരാളം സാധാരണക്കാരായ വിശ്വാസികളും ആളുകളും അവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സഭ പണക്കാരൻ്റെ സഭയാണെന്ന് പാവപ്പെട്ടവൻ പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകരുത്, തിരുത്തേണ്ടതാണ്. ഈ സഭ പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഒക്കെയാണ്. ധനികനും പാവപ്പെട്ടവനുമൊക്കെ കർത്താവിൻ്റെ സഭ വിശുദ്ധിയുള്ളതും നീതിയുള്ളതും നന്മയുള്ളതുമായി ബോധ്യപ്പെടേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഉൾപ്പെടെയുള്ള സഭാ നേതാക്കൾക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സഭ നിത്യജീവൻ്റെ സോഴ്സാണ്. ആദിമസഭയുടെ സ്വഭാവം, അതിലേക്ക് ആധുനിക സഭകൾ തിരികെ പോയേ പറ്റുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ ആദിമസഭയുടെ സ്വഭാവ വിശേഷതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇറ്റ് വാസ് എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ചർച്ച്. ഒരു ക്രിസ്തു കേന്ദ്രീകൃത സഭയായിരുന്നു. ഇറ്റ് വാസ് എ വർഷിപ്പിംഗ് ചർച്ച്. ഒരു ആരാധനാ സമൂഹമായിരുന്നു. ഇറ്റ് വാസ് എ ഷെയറിംഗ് ചർച്ച്. അത് പങ്കിടുന്ന സഭയായിരുന്നു. ഇറ്റ് വാസ് എ കെയറിംഗ് ചർച്ച്. അത് കരുതുന്ന സഭയായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ഗ്രോയിങ് ചർച്ചായിരുന്നു. അത് വളരുന്ന സഭയായിരുന്നു. ഇറ്റ് വാസ് എ വിറ്റ്നസിങ് കമ്മ്യൂണിറ്റി. സാക്ഷ്യമുള്ള ഒരു സമൂഹമായിരുന്നു സഭ എന്ന് പറയുന്നത്. ഈ സാക്ഷ്യജീവിതം സഭകൾ വീണ്ടെടുത്തേ പറ്റുകയുള്ളൂ ഈ കാലഘട്ടത്തിൽ. കാരണം ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുവാനായി, ലോകത്തിൻ്റെ തിന്മയെ ഉച്ചാടനം ചെയ്യുവാനായി, ലോകത്തിൽ വിശുദ്ധി വിതറുവാനായി വിളിച്ചു ചേർക്കപ്പെട്ട വിശുദ്ധരുടെ സംഘമാണ് പരിശുദ്ധ സഭ എന്നുള്ളത്. ഇവിടെ സഭ അതിൻ്റെ പൂർവസ്ഥിതിയിലേക്ക്, അതിൻ്റെ ദൗത്യത്തിലേക്ക്, അതിൻ്റെ സ്വഭാവത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് സോഷ്യൽ ഈവിളിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഈ 3 തലങ്ങൾ കൂടെ ചേർത്ത് പിടിച്ച് ചിന്തിക്കണം. വ്യക്തിതലത്തിലെ തിന്മ, സാമൂഹ്യ തലത്തിലെ പൊതുവായ തിന്മകൾ, സഭാതലത്തിലുള്ള തിന്മകൾ. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഡിസ്കഷൻ ഈ പന്തലിൽ അവസാനിക്കേണ്ടതല്ല. ഇതിന് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ചില നിർദ്ദേശങ്ങൾ മാത്രം വെച്ച് ഞാൻ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാകേണ്ടത്? ഒന്നാമതായി, വിശുദ്ധ വചനത്തിൻ്റെയും കർത്താവിൻ്റെ പഠിപ്പിക്കലിൻ്റെയും അടിസ്ഥാനത്തിൽ നന്മകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാക്കണം. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ, മാതാക്കളും നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണ്. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ അതിൻ്റെ നടുക്കഷ്ണം തിന്നണമെന്നാണ് ഇതുവരെ എന്നെ പഠിപ്പിച്ചത്. ഞാൻ പറയുന്നു, നാടോടുമ്പോൾ നടുവേ ഓടരുത്, തിരിഞ്ഞോടണം. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പാമ്പിനെ തിന്നരുത് എന്ന് പറയാനായിട്ട് കഴിയണം. കാരണം നാട് ഓടി നടുക്കടലിലേക്കാണ് ഓടുന്നത്, തിരിഞ്ഞോടിക്കണം. അതുകൊണ്ട് നാട്ടുകാരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട്, ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് കോമൺ ആണ്. അത് ഇന്ത്യയിൽ ജീവിച്ചാലും, അമേരിക്കയിൽ ജീവിച്ചാലും, ഓസ്ട്രേലിയയിൽ ജീവിച്ചാലും, എവിടെ ജീവിച്ചാലും
Christian culture is the same culture which is based on Christ and his teachings. ഇത് നമ്മൾ വീണ്ടും പിടിക്കണം. അതിന് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വായനയും മനനവും ധ്യാനവും ഉണ്ടാകണം. ഇവിടെ വളരെ സന്തോഷം തോന്നി. എല്ലാ ദിവസവും രാവിലെ ഈ പന്തലിൽ വേദപുസ്തക പഠനം നടക്കുന്നു എന്നുള്ളത്. ഞാൻ പോകുന്ന പല സ്ഥലങ്ങളിലും ചോദിക്കാറുണ്ട്, വേദപുസ്തകം മുഴുവൻ ഒരാവർത്തി വായിച്ച എത്ര പേരുണ്ട് എന്ന്. പല സ്ഥലങ്ങളിലും അധികം കൈ ഉയരാറില്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാംഗ്ലൂരിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ഏതാണ്ട് 65-67 വയസ്സുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, 48 പ്രാവശ്യം അദ്ദേഹം വേദപുസ്തകം മുഴുവൻ വായിച്ചു എന്ന്. വേറൊരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരു വലിയ കെട്ടുമായി ഒരു മനുഷ്യൻ്റെ അടുക്കൽ വന്നു. ഞാൻ ചോദിച്ചതെന്താണ്? വേദപുസ്തകം മുഴുവൻ സ്വന്തം കൈകൊണ്ട് അയാൾ എഴുതി തീർത്തു. വേദപുസ്തകത്തെയും വചനത്തെയും കാര്യമായി പരിഗണിക്കുന്ന ആളുകളുടെ എണ്ണം ഉണ്ട്. എങ്കിലും തിന്മകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു സംസ്കാരം നമുക്ക് നഷ്ടമായി എന്നതാണ്. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ സംസ്കാരത്തിൽ രൂപപ്പെട്ടു വരുന്ന കുടുംബാന്തരീക്ഷങ്ങൾ നഷ്ടമായി എന്നാണ്. അതുകൊണ്ട് ഈ ആക്ഷൻ പ്ലാനിൽ ഒന്നാമത് ഉണ്ടാകേണ്ടത് വിശുദ്ധ വചനത്തിൻ്റെയും കർത്താവിൻ്റെ പഠിപ്പിക്കലിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു നിരന്തരമായ പഠനവും ചർച്ചയും ധ്യാനവും നടന്ന് അങ്ങനെ ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും സൃഷ്ടിച്ച് നാം അങ്ങനെ ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നന്മ തിന്മകളെക്കുറിച്ചുള്ള വിവേചനം കൃത്യമായി സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. രണ്ടാമത്, നന്മയിൽ വളരണമെന്നുള്ളൊരു ആഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാകണം. ഞാനിന്നിവിടെ വന്ന് പ്രസംഗിച്ചു, നാം എല്ലാവരും കേട്ടു. ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ഇവാലുവേഷൻ ഉണ്ടായിരിക്കുമല്ലോ പോകുന്ന വഴിക്ക്. അതൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിക്കേണ്ടതാണോ? മുടിയനായ പുത്രൻ്റെ ഉപമയിൽ അവൻ പന്നികളുടെ ഭക്ഷണം കഴിച്ച് പന്നികളുടെ ഇടയിൽ ജീവിച്ച് അവൻ അവിടെ ഇരുന്നു കൊണ്ട് അനുഭവിച്ച എല്ലാ കഷ്ടതകളുടെയും മധ്യത്തിൽ നിന്ന് ഒരു തീരുമാനമെടുത്തു, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോകുമെന്ന്. അവൻ പോയി. പ്രിയമുള്ളവരെ, ഇവിടെ ഈ സന്ധ്യായോഗത്തിൽ തിന്മയെക്കുറിച്ചുള്ള അവയർനെസ്സിനെ കുറിച്ച് നാം ചിന്തിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ബോധ്യമുണ്ടായെങ്കിൽ നാം ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ സമൂലമായ ഒരു മാറ്റം ഇന്ന് സാധിക്കില്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ഈ പന്തൽ വിടുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഈ സന്ധ്യ പ്രയോജനമുള്ളതായി. അതല്ല എങ്കിൽ ഒരു കൂടിവരവും പിന്നെ സറാഫിൻ തിരുമേനിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ളൊരു ഇവാലുവേഷനും അത് നല്ലതായിരുന്നെന്നോ അല്ലെങ്കിൽ ഏറ്റില്ല എന്നോ ഒക്കെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഈ സന്ധ്യയിൽ ഇവിടെ ഉണ്ടാകണം. മൂന്നാമത്, അതിനൊരു പരിശ്രമം ഉണ്ടാകണം. തീരുമാനമുണ്ടായാൽ മാത്രം പോരാ, അതിനൊരു പരിശ്രമം ഉണ്ടാകണം. അതിനാദ്യം ചെയ്യേണ്ടത് നോ പറയാൻ പഠിക്കണം. പ്രിയമുള്ളവരെ, ചിലരോട് നോ പറയാൻ പഠിക്കണം. ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം ഈ പന്തലിലേക്ക് വന്ന് ഇവിടെ ഇരുന്ന് വചനം കേട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായെങ്കിലും പ്രത്യേകമായി നാം ഓർക്കുക, നാം തിരികെ പോകുന്നത് നാം വന്ന അതേ സിറ്റുവേഷനിലേക്കാണ്. അവിടെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ മാറിയ മനസ്സുമായി മാറാത്ത ഇടങ്ങളിലേക്ക് പോകുമ്പോൾ ബോധപൂർവമായ ഒരു പരിശ്രമം ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് തിന്മകളോട് എതിർത്ത് നിൽക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു തീരുമാനമെടുത്തെന്ന് ഈ സഭയുടെ വിശ്വാസത്തിൽ എല്ലാവർക്കും ഒരു കാവൽ മാലാഖയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്.
അങ്ങനെയാണെങ്കിൽ സാത്താൻ നമുക്ക് വേണ്ടി ഒരു കുട്ടി സാത്താനെ നിർത്തിയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം. ഇവിടെ ഇരുന്ന് ഈ സന്ധ്യയിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തിന്മയ്ക്കെതിരെ പോരാടുമെന്നും നന്മയിൽ ജീവിക്കുമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി സാത്താൻ തീർച്ചയായിട്ടും വലിയ സാത്താനോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു തീരുമാനമെടുത്താണ് വരുന്നതെന്ന്. ഒരു പടയെ തന്നെ ഇറക്കി നിർത്തും വന്ന സ്ഥലത്ത്, ഒരു സൈന്യത്തെ തന്നെ ഇറക്കി നിർത്തും വന്ന സ്ഥലത്ത്. അതുകൊണ്ട് നാം അതിനുള്ള പരിശ്രമം ഉണ്ടാക്കണം. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി നോ പറയാൻ കഴിയണം. ചിലരെ, ചില കൂട്ടുകെട്ടുകളെ, ചില സാഹചര്യങ്ങളെ ഒഴിവാക്കുവാൻ തീരുമാനിക്കണം. അതിന് പകരം നല്ല കൂട്ടായ്മകൾ ഉണ്ടാകണം. നാം പോകുന്ന ഇടങ്ങളിൽ, അത് വീടുകളായിക്കൊള്ളട്ടെ, നമ്മുടെ സ്ഥലങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ജോലി സ്ഥലങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ സ്കൂളുകളായിക്കൊള്ളട്ടെ, നമ്മുടെ കോളേജുകളായിക്കൊള്ളട്ടെ, നമുക്ക് നല്ല കൂട്ടായ്മകൾ ഉണ്ടാകണം. നന്മയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്ന നന്മയുടെ കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടതാണ്. ഈ ആക്ഷൻ പ്ലാനിൽ നാലാമതായിട്ടുണ്ടാകേണ്ടത് വളർച്ച നന്മയിലാണോ തിന്മയിലാണോ എന്നുള്ളത് നിരന്തരമായി ഇവാലുവേറ്റ് ചെയ്യണം. വ്യക്തികൾ പരിശോധിക്കണം. നിരന്തരമായി നാം ഇത് പരിശോധിക്കണം, എന്നും പരിശോധിക്കണം. വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കിടക്കുമ്പോഴും ഉറങ്ങുന്നതിനുമിടയ്ക്കുള്ള സമയം, അതത് ദിവസത്തെ നിങ്ങൾ ശോധന ചെയ്യുക, പരിശോധിക്കുക. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ എന്തൊക്കെയാണ് ചെയ്തത്, അതിലെന്തൊക്കെയാണ് തിന്മകൾ ഉണ്ടായിരുന്നത്, അതിലെന്തൊക്കെ തെറ്റുകളാണ് ഉണ്ടായത്. പ്രാർത്ഥിക്കണം. കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലും മതി. കർത്താവേ, ചെയ്തു പോയി, നാളെ മുതൽ തിരുത്തി മുന്നേറുവാനായിട്ടുള്ള ഒരനുഗ്രഹവും കൃപയും തരണമേ എന്ന് പ്രാർത്ഥിച്ച് കിടക്കണം. അപ്പോൾ ഒരു ഇവാലുവേഷൻ ഉണ്ടാകണമെന്നും ഒരു പരിശോധന ഉണ്ടാകണം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയില്ലാത്തത് എന്തിനാ ഉള്ളത്? അതുകൊണ്ടൊരു പരീക്ഷയുണ്ട്, ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു ഇവാലുവേഷൻ ഉണ്ട്. അതെന്നും നടക്കണം. അഞ്ചാമതായി, നന്മ ചെയ്യുവാൻ മറ്റുള്ളവർക്ക് പ്രേരണയാകണം, പ്രേരിപ്പിക്കണം. കുടുംബത്തിൽ അത് പഠിപ്പിക്കണം. എൻ്റെ ബാല്യകാലത്തിൽ ഭിക്ഷാടനത്തിനായി ഭിക്ഷക്കാർ വീട്ടിൽ വരുമ്പോൾ അവരെ കാണുന്നത് എനിക്ക് വലിയ ഭയമായിരുന്നു. പക്ഷേ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ നിർബന്ധിച്ച്, ഞാൻ കരഞ്ഞും പ്രയാസപ്പെട്ടുമൊക്കെ ആണെങ്കിലും എൻ്റെ കയ്യിൽ അവർക്ക് കൊടുക്കുവാനായിട്ടുള്ള അല്പം അരിയോ അല്പം പണമോ തന്ന് ഈ ഭിക്ഷാപാത്രത്തിൽ എന്നെ നിർബന്ധപൂർവം, എന്നെയും എൻ്റെ സഹോദരങ്ങളെയും നിർബന്ധപൂർവം ഭിക്ഷ കൊടുക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു കൊണ്ടേയിരുന്നു. അതൊരു പ്രേരണയായിരുന്നു. മറ്റുള്ളവരെ കരുതണമെന്നും സഹായിക്കണമെന്നും കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രേരണയും പാഠവുമായിരുന്നു. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ അത്തരത്തിലുള്ളൊരു പ്രേരണ ഉണ്ടാക്കുവാനായിട്ട് കഴിയണം. നന്മയിൽ വളരുവാനായിട്ടുള്ളൊരു പ്രേരണ ഉണ്ടാകുവാൻ നമ്മുടെ കുടുംബത്തിലെ ഡിസ്കഷൻസിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. എൻ്റെ വീട്ടിൽ വൈകിട്ട് 8 മണിക്കാണ്, ഇന്നും അത് തുടരുന്നത്, 8 മണിക്കാണ് കുടുംബ പ്രാർത്ഥന. 6 മണിക്ക് വീട്ടിലെ ഒരാൾ സന്ധ്യാദീപം കൊളുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥന 8 മണിക്കാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഈ 8 മണിയുടെ പ്രാർത്ഥന പായിൽ തറയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും. ആ ഇരിപ്പിലാണ് ഡിസ്കഷൻസ്. അത് അന്ന് വായിച്ച വേദപുസ്തക കാര്യങ്ങളെക്കുറിച്ച് പറയും, പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് പറയും. അപ്പനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് അങ്ങനെ ഒരു ചർച്ചയൊക്കെ നടത്തി അതിനുശേഷം ഭക്ഷണമേശയിലേക്ക് പോകും. അവിടെയും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അവിടെയും ചർച്ച തുടരുകയാണ്. അപ്പോൾ അങ്ങനെ ഈ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടായ ഒരു പ്രേരണ, ആ പ്രേരണ നമുക്കുണ്ടാകണം. നമ്മൾക്ക് നല്ല കൂട്ടായ്മകൾ ഉണ്ടാകണം, നല്ല ചർച്ചകൾ ഉണ്ടാകണം. നന്മയുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രചാരകരാകുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ.
തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വ്യക്തിതലത്തിൽ, വ്യക്തിയോട് ചേർന്ന് വ്യക്തികളുടെ കുടുംബതലത്തിൽ, അവർ പാർക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകേണ്ട നന്മയുടെ വളർച്ചയെക്കുറിച്ച് നാം ശാന്തമായിട്ട് ആലോചിക്കണം. സമൂഹത്തിൻ്റെ പൊതുവായ മേഖലയിൽ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നാം വ്യക്തികളായി സമൂഹമായി നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പമാണ് സഭ വിശുദ്ധമാണ്, അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ വിശുദ്ധിക്ക് കോട്ടം വരുത്തുന്ന എല്ലാറ്റിനോടും ശക്തമായി ആത്മീക ശക്തിയോടുകൂടി നിന്ന് സഭയെ വിശുദ്ധീകരിക്കുവാനായിട്ടുള്ള ദൗത്യം നാം ഏറ്റെടുക്കണം. ഒരിക്കൽ കൂടെ ഈ കൺവെൻഷൻ യോഗത്തിൽ, ഈ പന്തലിൽ വന്ന് ഈ വചനം സംസാരിക്കുവാൻ അവസരം നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരോടും, മാർത്തോമാ മെത്രാപ്പോലീത്ത ഉൾപ്പെടെയുള്ള എല്ലാ പിതാക്കന്മാരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തി എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.